നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ചേളന്നൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പർ സ്ഥാനം ഒരു അലങ്കാരം മാത്രമാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരെ താല്പര്യമില്ലാതെ പ്രവർത്തിച്ചു എന്ന് ഇവിടെയുള്ള നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും എന്ന് നമുക്ക് കാണാം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതികളും ഗ്രാമീൺ സഡക്ക് യോജന പോലുള്ള പദ്ധതികളും കൊണ്ടുവരാവുന്ന സ്ഥലത്ത് ഒരു റോഡും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് മെമ്പർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ചിന്താ വിഷയമാണ്. ഇത്തരത്തിലൊരു മെമ്പർ നാടിന് അഭിലഷണീയമാണോ? അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെയുള്ള നാട്ടുകാരൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. അതായത് ഈ റോഡിൻ്റെ ഫുട്പാത്തിൻ്റെ പേര് ചെറ്റാട്ടുതാഴം പുതിയോട്ടിൽ ഇടവഴിയായിരുന്നു. ഈ ഇടവഴിയുടെ സ്ഥിതി എന്ന് വെച്ചാൽ ഈ നമ്പ്യാപ്പുറത്ത് താഴം ചെറ്റാട്ട് താഴം ഈ ചെറ്റാട്ട് താഴം റോഡിലായിട്ട് വരുന്ന ചെറ്റാട്ട് മലയിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് വെള്ളം ഈ ഇടവഴിക്കാണ് ഒഴുകി പോകുന്നത്. ഈ ഒഴുകി പോയിട്ട് ആ മറ്റേ റോഡിലേക്ക് പോയി മുട്ടിക്ക് അവിടെ തളം കെട്ടി നിൽക്കുക എന്നല്ലാതെ ആ തോട്ടിലോട്ട് മാന്യമായ രീതിയിൽ അത് ഒഴുകി പോകുന്നില്ല. അതിന് കാരണം ഈ പഞ്ചായത്തുകളുടെ ആ പ്ലാനിങ്ങിന് തറവാണ്. കാരണം ആ റോഡ് ടാർ ചെയ്യുമ്പോഴേ ഞങ്ങൾ ആ ടാർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു ഡിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ഡിപ്പ് അവർ തല കുത്തനെ ചെയ്തു. കാരണം ഒരു ക്രോസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം അത് നേരെ കൊണ്ടിട്ട് മറ്റൊരു പ്രൈവറ്റുകാരൻ്റെ വീടിൻ്റെ മതിലിൽ കൊണ്ടുപോയി മുട്ടിച്ച്. അപ്പം അതുകൊണ്ട് ആ വെള്ളം അവിടെ പോയി മുട്ടി നിൽക്കുന്ന ഈ പ്രദേശത്തെ വീട്ടുകാരൊക്കെ ഈ ചളിക്കൂടെ നടന്നു പോകും. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ വളരെ നല്ല കാര്യമാണ്. ആ ലൈറ്റ് കത്തും ചെയ്യും. പക്ഷെ ആ കത്തുന്ന എവിടെയാണെന്ന് വെച്ചാൽ തെങ്ങിനേക്കാൾ ഒരു ഹൈറ്റിലാണ് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ താഴേക്ക് വെളിച്ചം കിട്ടില്ല. ആ വെളിച്ചം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയ മുകളിൽ കൂടെ. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നടത്തിക്കാൻ പറ്റുന്നുണ്ടോ ഒക്കെ ശ്രദ്ധിക്കണ്ടേ? അതൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പിന്നെ ടെക്നിക്കൽ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു വിവരാവകാശം ഇപ്പോൾ കൊടുക്കും. ഈ ഇലക്ഷൻ്റെ തിരക്കൊന്ന് കഴിയട്ടെ വിചാരിച്ചത്. തിരക്ക് പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ തിരക്കിലാണല്ലോ. ആ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമൊന്നും അറിയണമല്ലോ നമുക്ക്. കാരണം ഇത്രയും കാലം ഇപ്പോൾ ടാക്സും ഇനി പിരിക്കാൻ പൈസ ഒന്നുമില്ല. സകല പിന്നെ പണം പടപ്പിന് വേണ്ടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇത് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് വീട്ടുകളിൽ വന്നിട്ട് പൈസ മേടിച്ച് പോകുന്നുണ്ട്. 50 ഉറുപ്പ്യ കൊടുക്കണം. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇതുവരെ മേടിച്ചില്ലായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടാവില്ല സ്ഥലത്ത്. പക്ഷെ അതിന് ഈ കുത്തക കമ്പനികൾ ഈ പാക്ക് ചെയ്ത് വിടുന്ന സാധനങ്ങൾ റോഡിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അത് റോഡിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള പണം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പണമൊക്കെ ഇവർ ഗവൺമെൻറ് ചെയ്യുന്നു. ഇതിപ്പോൾ ഇവർക്ക് ഇവിടെ വന്ന് പൈസ മേടിച്ചിട്ട് ആണ് നമ്മൾ പാലിൻ്റെ കവർ കഴുകി കൊടുക്കണം. അപ്പോൾ അതല്ലാതെ അണ്ണന്മാർ തമിഴ്നാട്ടിലെ ആളുകൾ വരുവാണ്. അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഈ പ്ലാസ്റ്റിക് കവറ് പെറുക്കിയിട്ടോ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് പോയിട്ട് അവർ കളക്ട് ചെയ്ത് എടുക്കും പറമ്പെന്ന്. ഇവരതല്ല, ഇവർ നമ്മൾ കഴുകി നല്ല ഡീസൻ്റായിട്ട് കൊടുത്താൽ അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ തമിഴന്മാർ വന്ന് എടുക്കുമ്പോൾ ആരായാലും ഞാനായാലും ചെയ്യില്ലേ, നമുക്ക് ഇങ്ങോട്ട് പൈസയില്ല അവർ. അപ്പം ഇത്തരത്തിലുള്ളൊരു ജനങ്ങളെ എന്തൊക്കെ ദ്രോഹിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ അതാണ് സർക്കാരോട് നടപ്പിലാക്കുന്നത്. വേറെ അതിനൊന്നും പറ്റി അന്വേഷിക്കാനൊന്നും താല്പര്യമില്ലല്ലോ. അവർക്ക് അവരെ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ, അല്ലെ അവർക്ക് എന്ത് ഗുണം ഉണ്ടാവുമെന്ന് നോക്കാമെന്നല്ലാണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ അങ്ങനെ ഒരു ഇത് നടന്നതായി കണ്ടില്ല. ഒരു തവണയോ മറ്റോ ഇവിടെ അടുത്ത വീട്ടിൽ മരിച്ച സമയത്ത് വന്നിട്ടുണ്ടായി. അവിടെ അടുത്ത തൊട്ട വീട്ടിൽ മരിച്ച സമയത്ത് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. കണ്ടിട്ട് വർത്തമാനം പറഞ്ഞാലല്ലേ നമുക്ക് അന്വേഷിക്കാൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ തമ്മിലൊന്ന് പുഞ്ചിരിച്ചിട്ടും പോവില്ലോ. അതില്ലാത്തൊരു മെമ്പറാകുമ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യം ഉണ്ടാകും തോന്നില്ല.